പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിലധികമായി നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിന് അറുതി വന്നു, യുദ്ധം അവസാനിക്കുന്നു എന്ന് തോന്നിയ സാഹചര്യത്തിലാണ് ട്രംപ് അനാവശ്യ പ്രസ്താവനകൾ നടത്തി വീണ്ടും സംഗതി വഷളാക്കിയത്. അതിനോടുള്ള ബന്ധത്തിൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചു. തുടർന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് ചടുലമായ ചില നീക്കങ്ങളും മുന്നറിയിപ്പുകളും ഉണ്ടായി. മെനങ്ങാന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നതായിട്ട് ഇറാൻ പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്ന് ഇറാൻ 2 ഇന്ത്യൻ ഷിപ്പുകൾക്ക് നേരെ വെടിയുതിർത്തു. അതിൽ ഒരെണ്ണം ഫോർമാലിറ്റി ഫയർ ആയിരുന്നു. അതിൽ ഒന്ന് കപ്പലിന് പുറത്തേക്കും മറ്റൊരെണ്ണം കപ്പലിന് നേരെയുമായിരുന്നു. ഈ വെടിവെപ്പ് ഒരു വാണിംഗും ഒരു താക്കീതും മുന്നറിയിപ്പുമൊക്കെ ആയിരുന്നു എന്നാണ് ഇറാൻ പറഞ്ഞത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ എത്തേണ്ട എങ്കിൽ ഒരു തുറമുഖങ്ങളിലേക്കും ആരുടെയും കപ്പൽ പോകില്ല എന്ന് അസന്നിഗ്ധമായി അവർ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ കപ്പലുകൾ നിങ്ങൾ തടയുമ്പോൾ മറ്റെല്ലാ കപ്പലുകളെയും ഞങ്ങളും തടയും. ഇവിടുത്തെ ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന വിഷയം ഞാൻ മുൻപേ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ കെട്ടടങ്ങിയെന്ന് തോന്നി ലോകം മുഴുവനും ആശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒന്നിനു പിറകെ ഒന്നായി യാതൊരു വിചാരവുമില്ലാതെ ട്രംപിന്റെ പല സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത്. അത് ഇറാന് കൃത്യമായി മനസ്സിലായി. എന്ന് വെച്ചാൽ ഇറാൻ എന്ന രാജ്യം അവരുടെ മുൻപിൽ ഒന്നുമല്ല, യാതൊരു പരിഗണനകളും അവർ അർഹിക്കുന്നുമില്ല. നിസ്സാര നിമിഷം കൊണ്ട് എല്ലാം തച്ചു തകർക്കുവാൻ അമേരിക്കയ്ക്ക് കഴിയും. പക്ഷേ ഞങ്ങൾ അതിന് തുനിയുന്നില്ല. ഞങ്ങളുടെ ഔദാര്യത്തിലാണ് ഇറാൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇമാതിരി സന്ദേശങ്ങളാണ് ലോകത്തിന് ട്രംപ് നൽകിയത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു മാസത്തിലധികം ആക്രമണം നടത്തിയിട്ട് എങ്ങും എത്താതെ വന്നപ്പോൾ ഇറാനുമായി ചർച്ച ചെയ്യുവാൻ ഇസ്ലാമാബാദിൽ സ്ഥലം കണ്ടെത്തിയത്? എന്തിനാണ് ഇറാന്റെ നിബന്ധനകൾ പാലിക്കാൻ പറ്റുന്നതാണോ എന്ന് ഞങ്ങൾ നോക്കട്ടെ, അപ്പോൾ തന്നെ ഞങ്ങളുടെ നിബന്ധനകൾ ഇറാനും അംഗീകരിക്കണം എന്ന് ട്രംപ് ലോകം കേൾക്കെ വിളിച്ചു പറഞ്ഞത്? അടിമുടി വൈരുദ്ധ്യങ്ങളാണ് ട്രംപിന്റെ പ്രസ്താവനകളിൽ നിഴലിച്ചു നിൽക്കുന്നത് മുഴുവനും. ഇടയ്ക്ക് ട്രംപ് പറയും രൂക്ഷമായ ബോംബിംഗ് ആരംഭിക്കുവാൻ പോവുകയാണ്, ഇറാൻ പഴയകാല ശിലായുഗത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോകും, അല്ലെങ്കിൽ അവരെ ഞങ്ങൾ ആ ശിലായുഗത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നൊക്കെ. എന്നാൽ അതേസമയം തന്നെ വല്ലവിധേനയും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് സ്വസ്ഥമാവുക എന്നുള്ളതാണ് ട്രംപിന്റെ മുൻപിലുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്ന് സാഹചര്യങ്ങളും ആഗോള വ്യാപകമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാണുമ്പോൾ ബോധമുള്ള ഓരോ വ്യക്തികൾക്കും മനസ്സിലാവും. ചുരുക്കത്തിൽ ട്രംപ് പറയുന്ന വാക്കുകളിൽ നിഴലിച്ചു നിൽക്കുന്നതെല്ലാം പൊരുത്തക്കേടുകൾ മാത്രമാണ്. ആത്മാഭിമാനമുള്ള ഒരു രാജ്യത്തിനും ഇത്തരത്തിലുള്ള വഷളത്തം നിറഞ്ഞ പ്രസ്താവനകളെ കേട്ടില്ല എന്ന് നടിച്ചു മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇറാനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള വെറും ചന്ത രീതിയിലുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ അതിന് മറുവാക്കുകൊണ്ടല്ല, പ്രവർത്തി കൊണ്ട് തന്നെ ഇറാൻ മറുപടി നൽകി. അതായത് ഭീഷണി അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് വേണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തൊഴുത്തിൽ ഇറാനെ പിടിച്ചു കെട്ടുവാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. മാത്രവുമല്ല, അമേരിക്കയുമായി യാതൊരു ചർച്ചകൾക്കും തുടർന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഹോർമോസ് ഞങ്ങൾ അടയ്ക്കുകയാണ്. അതെ, ഇറാന്റെ മെസ്സേജ് വളരെ ക്ലിയറാണ്. എന്നാൽ ഇതേ സമയം തന്നെ പാകിസ്ഥാൻ 2ാം ഘട്ട ചർച്ചകൾക്ക് വേണ്ടി ഇസ്ലാമാബാദിൽ തിരക്കിട്ട നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചർച്ച എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും പാകിസ്ഥാനും അമേരിക്കയും ഇറാനും യാതൊരു തരത്തിലുള്ള വ്യക്തതയിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. തുടക്കത്തിൽ എവിടെയാണോ ഇരുപക്ഷവും നിന്നത് അവിടെ തന്നെയാണ് 1ാം ഘട്ട ചർച്ചകൾ കഴിഞ്ഞപ്പോഴും നിൽക്കുന്നത്. 1ാം ഘട്ട ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യുറേനിയം സമ്പുഷ്ടീകരണമായിരുന്നു എങ്കിൽ 2ാം ഘട്ട ചർച്ച ആരംഭിക്കുക അവിടെ തന്നെയാണ് എന്നായിരുന്നു ലോകം പ്രതീക്ഷിച്ചത്. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. 2ാം ഘട്ട ചർച്ച ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹോർമൂസ് തുറക്കുന്നതിനെക്കുറിച്ചാകണമോ അതോ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചാകണമോ എന്നുള്ള അനിശ്ചിതാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം അവർ തുടരണമോ അല്ലെങ്കിൽ ചില വർഷങ്ങളിലേക്ക് മാത്രം അത് മരവിപ്പിക്കണമോ, അതുമല്ലെങ്കിൽ സ്ഥിരമായി അത് നിർത്തലാക്കണമോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത കൊണ്ടുവരിക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൂടാതെ ഏറെക്കുറെ തകർക്കപ്പെട്ട ഒരാണവ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏകദേശം 480 കിലോയോളം വരുന്ന ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഭാവി എന്താകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരഭിപ്രായ രൂപീകരണം ഉണ്ടാവുക എന്നുള്ളതും ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അതേസമയം ചർച്ചയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ അവരെന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതിൽ പോലും അടിസ്ഥാനപരമായൊരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള ഉപരോധമാണ്. അത് നീക്കാത്ത പക്ഷം ഇനി ഒരു ചർച്ചയ്ക്ക് വേണ്ടി പാകിസ്ഥാനിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെയും അയക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതിനിടയിൽ ലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കുന്ന ഈ വലിയ സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ ശ്രമിക്കുകയും അതിൽ കൂടി പരമാവധി കയ്യടി നേടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ മധ്യസ്ഥതയ്ക്ക് വേണ്ടി കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആഗോള തലത്തിൽ അവർക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന നേട്ടങ്ങൾ ഈ ചർച്ചയോടുള്ള ബന്ധത്തിൽ ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾക്ക് ഇളവ് നൽകുകയും അതിനു പകരമായി ഇറാൻ ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ഒഴിവാക്കുകയും ചെയ്യണം എന്ന ആവശ്യവുമായി ഇരു രാജ്യങ്ങളോടും പാകിസ്ഥാൻ പരമാവധി ചർച്ചയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ്. കാരണം ഇറാന്റെ ഉള്ളിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ വരവ് അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇറാനിലേക്കുള്ള കൊമേഴ്ഷ്യൽ ഷിപ്പുകളുടെ ചരക്ക് ഗതാഗതം അവർക്ക് തുടർന്നേ പറ്റുകയുള്ളൂ.
ഇത് ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഇറാനിൽ നിന്നും എണ്ണ കയറ്റി അയക്കുന്നത് പോലെയുള്ള പരിപാടി അല്ല അത്. നിരവധി ചരക്കുകൾ ഇറാന്റെ പോർട്ടുകളിലേക്ക് എത്തുകയും തുടർന്ന് അത് അവരുടെ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് പോകേണ്ടതുണ്ട്. ആ സാധനങ്ങളാണ് ഇപ്പോൾ അമേരിക്ക തടഞ്ഞ് തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിലേക്കുള്ള കൊമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് അനുമതി കൊടുക്കാം എന്ന് ആരംഭത്തിൽ പറഞ്ഞിരുന്ന അമേരിക്ക ഇപ്പോൾ എല്ലാ കപ്പലുകളെയും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്ക മുൻപോട്ട് വെക്കുന്ന ഉപാധികൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കാതെ ഞങ്ങൾ ഹോർമോസ് തുറന്നു വിടില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് അമേരിക്ക നിൽക്കുന്നത്. ഈ നിലപാട് തുടരുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപ് ഇടയിൽ കയറിയിട്ട് വീണ്ടും അനാവശ്യ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടുമിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ മറ്റുള്ള എല്ലാ കൊമേഴ്ഷ്യൽ ഷിപ്പുകളെയും നിരോധിച്ചുകൊണ്ട് ഹോർമോസ് അടച്ചത്. ഹോർമോസ് തുറന്ന സമയത്ത് തന്നെ 5 പാകിസ്ഥാൻ ഷിപ്പുകൾക്ക് അവർ പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 പാകിസ്ഥാനി ഷിപ്പുകൾ പെർമിഷൻ വാങ്ങി റിലീസായി പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആരുടെയും ഷിപ്പുകൾക്കും പെർമിഷൻ ഇല്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇത് സംബന്ധിച്ച് പുതിയൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട്. അത് ഒരു ചൈനീസ് കപ്പലിനെയും ഇറാൻ തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സൺ പ്രോഫിറ്റ് എന്ന പേരിലുള്ള ഒരു പടുകൂറ്റൻ ചൈനീസ് കപ്പലിനെയാണ് ലാരക് ദ്വീപിന് സമീപം ഇറാൻ തടഞ്ഞിട്ടിട്ട് മടങ്ങിപ്പോകുവാൻ നിർദ്ദേശിച്ചത്. ലാരക് ദ്വീപ് ഹോർമൂസ് കടലിടുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇവിടെ നിരവധി സ്പീഡ് ബോട്ട് ഓപ്പറേഷനുകളും നാവിക പ്രവർത്തനങ്ങളും ഇറാൻ നടത്തുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടക്കുന്ന കപ്പലുകൾ സാധാരണയായി സുരക്ഷിതമായ വഴിയായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ചാനലാണ് ഇത്. കഴിഞ്ഞ ദിവസം 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ മുന്നറിയിപ്പ് വെടിവെപ്പുണ്ടായതും ഇതേ പ്രദേശത്ത് തന്നെയാണ്. ഇന്ന് അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇറാൻ ചൈനീസ് കപ്പലിനെ തടഞ്ഞതും തിരികെ അയക്കുകയും ചെയ്തതും. അങ്ങനെ ചൈനീസ് കപ്പലുകൾ കൂടി തടഞ്ഞതോടുകൂടി ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പ്രത്യേക നടപടിയായി ഇതിനെ കാണേണ്ട ആവശ്യമില്ല. തൽക്കാലം ഇറാന്റെ ഒരു പൊതു പോളിസിയായിട്ട് ഇതിനെ മനസ്സിലാക്കുക എന്നാണ് അവർ നൽകുന്ന സന്ദേശം. ലാരക് ദ്വീപ് ഇപ്പോൾ ഒരു സ്റ്റേജിംഗ് ഗ്രൗണ്ടായി പ്രവർത്തിക്കുകയാണ്. ഇവിടെ ആയിരക്കണക്കിന് ചെറിയ സ്പീഡ് ബോട്ടുകളെയാണ് ഇറാൻ നിയോഗിച്ചിരിക്കുന്നത്. അത്യാധുനിക യുദ്ധക്കപ്പലുകളെക്കാൾ ഭീതി പടർത്തുന്ന ഈ ചെറു ബോട്ടുകൾ വലുപ്പത്തിൽ ചെറുതാണെങ്കിലും വേഗത്തിൽ അഗ്രഗണ്യരായ ഒരു കൂട്ടം ബോട്ടുകളാണ്. ഇറാന്റെ മോസ്കിറ്റോ ഫ്ലീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ അതിവേഗ ആക്രമണ ശൃംഖലകൾ ആധുനിക യുദ്ധതന്ത്രങ്ങളെ പോലും മാറ്റിമറിച്ചുകൊണ്ട് US നാവിക പടയ്ക്ക് വലിയ തലവേദനയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അല്ലെങ്കിൽ IRGC അതിന്റെ കീഴിലുള്ള ചെറുതും വേഗതയേറിയതുമായ ആയിരക്കണക്കിന് ബോട്ടുകളുടെ ഒരു വ്യൂഹമാണ് ഈ കാണുവാൻ കഴിയുന്നത്. കൊതുകുകളെ പോലെ വലിപ്പക്കുറവുള്ളതും എന്നാൽ പ്രഹരശേഷി മാരകമായതുമായതിനാലാണ് ഇതിനെ മോസ്കിറ്റോ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്നത്. സാധാരണ വിനോദസഞ്ചാര ബോട്ടുകളെ പോലും പരിഷ്കരിച്ച് മെഷീൻ ഗണ്ണുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഘടിപ്പിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. മണിക്കൂറിൽ 40 മുതൽ 60 നോട്ടിക്കൽ മൈൽ വരെയും വേഗത കൈവരിക്കുവാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. എന്ന് വെച്ചാൽ 75 മുതൽ 110 കിലോമീറ്റർ വരെ ഇവ മണിക്കൂറിൽ സഞ്ചരിക്കും. ഇപ്പോൾ ഇറാൻ ഇവയുടെ ഏറ്റവും പുതിയ പതിപ്പുകൾ രംഗത്തിറക്കിയിട്ടുണ്ട്. അത് ഏകദേശം 100 നോട്ടിക്കൽ മൈൽ വരെ അല്ലെങ്കിൽ 185 കിലോമീറ്റർ വേഗം വരെ കൈവരിക്കുവാൻ ശേഷിയുള്ളവയാണ്. മിസൈലുകളും ടോർപിഡോകളും മെഷീൻ ഗണ്ണുകളും മൈനുകളും നിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങൾ ഈ ബോട്ടുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ബോട്ടുകളുടെ ഏറ്റവും വലിയ സവിശേഷത അവയുടെ വലിപ്പക്കുറവ് തന്നെയാണ്. സമുദ്രത്തിലൂടെ നീങ്ങുന്ന വൻ റഡാർ സംവിധാനങ്ങൾക്ക് പോലും ഇത്തരം ചെറിയ ബോട്ടുകളെ തിരിച്ചറിയുക എന്നുള്ളത് പ്രയാസമാണ്. ഇറാന്റെ പാറക്കെട്ടുകൾ നിറഞ്ഞ തീരങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള രഹസ്യ ഗുഹകളിലും ഭൂഗർഭ താവളങ്ങളിലുമാണ് ഇവയെ സൂക്ഷിച്ചിരിക്കുന്നത്. 10ഓളം അതിശക്തമായ താവളങ്ങൾ ഇത്തരത്തിൽ ഇറാൻ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ വിന്യസിക്കുവാനും ആക്രമണത്തിന് ശേഷം അതിവേഗം മറയുവാനും ഇവയ്ക്ക് സാധിക്കും. ഒരു വശത്ത് ബില്യൺ കണക്കിന് ഡോളർ വിലയുള്ള US വിമാനവാഹിനി കപ്പലുകളും ഡിസ്ട്രോയറുകളും, മറുവശത്ത് വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഇറാന്റെ ചെറുകിട ബോട്ടുകളും. ഇവയാണ് ഇറാന്റെ വിജയം. ഒരു മിസൈൽ ഉപയോഗിച്ച് ഇത്തരം ഒരു ബോട്ടിനെ തകർക്കുന്നത് സാമ്പത്തികമായി അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ് എന്ന് സാരം. കാരണം ബോട്ടിന്റെ വിലയേക്കാൾ 100 മടങ്ങ് ചെലവ് കൂടുതലായിരിക്കും അതിനെ തകർക്കുവാൻ ഉപയോഗിക്കുന്ന മിസൈലിന്റെ വില. തേനീച്ചക്കൂട്ടത്തെ പോലെ ഒരേ സമയം 100 കണക്കിന് ബോട്ടുകൾ വന്നൊരു കപ്പലിനെ വളയുന്ന തന്ത്രമാണ് ഇറാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുന്ന എല്ലാ ബോട്ടുകളെയും ഒരേ സമയം പ്രതിരോധിക്കുക എന്നുള്ളത് അത്യാധുനിക യുദ്ധ കപ്പലുകൾക്ക് പോലും തികച്ചും വെല്ലുവിളിയാണ്. ചുരുക്കി പറഞ്ഞാൽ പരമ്പരാഗത നാവിക യുദ്ധത്തിന് പകരം അടിച്ചിട്ടുടൻ തന്നെ മുങ്ങുക എന്നുള്ള ഗറില്ല യുദ്ധമുറയാണ് IRGC ഇവിടെ പയറ്റുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ നാവിക ശക്തിയെ തകർത്തെറിഞ്ഞു എന്ന് അവകാശപ്പെട്ടെങ്കിലും മോസ്കിറ്റോ ഫ്ലീറ്റിനെ അദ്ദേഹം വേണ്ടത്ര ഗൗരവത്തിൽ കണ്ടിരുന്നില്ല. വൻകിട കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ അമേരിക്ക വിജയിച്ചുവെങ്കിലും ഈ ചെറിയ ബോട്ടുകൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയേക്കാൾ യുദ്ധതന്ത്രത്തിലെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് പ്രധാനം എന്ന് ഇറാന്റെ മോസ്കിറ്റോ ഫ്ലീറ്റുകൾ തെളിയിക്കുന്നുണ്ട്. അമേരിക്കയെ പോലൊരു വൻ ശക്തിയെ പ്രതിരോധിക്കുവാൻ വൻകിട ആയുധങ്ങൾ ഒന്നും തന്നെ വേണമെന്നില്ല. കൃത്യമായി ഉപയോഗിച്ചാൽ ചെറിയ ബോട്ടുകൾക്ക് പോലും അവർക്ക് വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും എന്ന് ഇറാൻ ഇവിടെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ചുരുക്കത്തിൽ അമേരിക്കയുടെ ബ്ലോക്കേഡിനെതിരായ ബ്ലോക്കേഡ് എന്ന മറുതന്ത്രവുമായി ഇറാൻ ഇറങ്ങിക്കളിക്കുമ്പോൾ നാണം കെടുന്നത് ട്രംപും അമേരിക്കയുമാണ്.
ഇറാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ശരിയായ നിലപാടെടുക്കുന്നവർക്ക് ഹോർമൂസ് കടക്കുവാനുള്ള അവസരം ഉണ്ടാകും എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ മാറിയ സാഹചര്യങ്ങളുടെ ബന്ധത്തിൽ IRGC വ്യക്തമാക്കിയിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലേക്ക് വരുന്ന ഏത് കപ്പലും ശത്രുവുമായി സഹകരിക്കുന്നതായി കണക്കാക്കി അവരെ ലക്ഷ്യം വെക്കും എന്ന് തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കീർണമായ വിഷയം സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നത് വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ സ്ഥിതി അനിശ്ചിതമായി തുടർന്നു മുൻപോട്ട് പോയാൽ ഇറാൻ ഉപരോധങ്ങളുടെ വില കൊടുത്ത് ഒരു വല്ലാത്ത പരിസ്ഥിതിയിലേക്ക് എത്തും. അങ്ങനെ ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുക വഴി താൽക്കാലികമായൊരു വിജയം നേടിയെന്ന് ട്രംപിന് ലോകത്തോട് വിളിച്ചു പറയാം. പക്ഷേ ആ വിജയം ആധികാരികതയുള്ളതാവില്ല, അതിന് ഒട്ടും മാധുര്യവും ഉണ്ടാവില്ല. ഇറാനിയൻ ജനത ഇപ്പോൾ വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനാൽ ഒരു രാജ്യം യുദ്ധമില്ലാത്തതും അപ്പോൾ തന്നെ സമാധാനമില്ലാത്തതുമായ ഒരു നിലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. 90 ദശലക്ഷത്തോളം ജനസംഖ്യയുള്ള ഈ രാജ്യം അസഹനീയമായ വിലക്കയറ്റവും സമാനതകളില്ലാത്ത പ്രതിസന്ധിയും കൊണ്ട് ഇപ്പോൾ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം അത് അംഗീകരിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ. അമേരിക്ക ഹോർമൂസിൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണം, അല്ലാതെ തങ്ങൾ ഹോർമൂസ് തുറക്കില്ല എന്ന നിലപാടിൽ ഇറാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ തങ്ങളുടെ വ്യവസ്ഥകൾ പാലിക്കാതെ ഉപരോധം നീക്കുവാൻ സാധ്യമല്ല എന്ന് ട്രംപ് പറയുമ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മുൻപ് ഉപാധികളില്ലാതെ ഹോർമൂസ് ഇറാൻ തുറന്നുകൊടുത്തതോടെ വീണ്ടും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് അവരുടെ ഏറ്റവും വലിയ ചതിയായിരുന്നുവെന്ന് ഇറാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. എന്തായാലും വെടിനിർത്തൽ ഈ മാസം 22-ന് അവസാനിക്കും. ഇത് നീട്ടുവാനും പുതിയ സമാധാന ചർച്ചകൾക്ക് തീയതി നിശ്ചയിക്കുവാനും US തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ മറ്റൊരു പ്രശ്നം. അടുത്ത ദിവസങ്ങളിൽ ഇരു വിഭാഗങ്ങളും ധാരണയിലെത്തിയില്ല എങ്കിൽ യുദ്ധം പുനരാരംഭിക്കുവാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര നിരീക്ഷകർ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തീവ്രതയോടെ ട്രംപ് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ഒരുപക്ഷെ US വലിയ വിപത്തിലേക്കായിരിക്കും പോവുക. പിന്നീട് പിന്തിരിയുവാനാകാത്ത കുഴപ്പത്തിലേക്ക് ട്രംപ് വീണുപോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഒപ്പം ആഗോള വിപണി തകരും, ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും, സ്വർണ്ണവില ഇടിയും, ഇന്ധന മേഖല ആകെ കുഴപ്പത്തിലാകും, ലോകമാകെ നട്ടം തിരിയുകയും ചെയ്യും. പാകിസ്ഥാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചകളിൽ ഇറാന്റെ പ്രതിനിധി സംഘത്തെ നയിച്ച ഗാലിബാഫും സംഘവും രണ്ടാം ഘട്ട ചർച്ചകൾക്ക് വ്യാഴാഴ്ച പാകിസ്ഥാനിൽ എത്തിയേക്കുമെന്ന് കഴിഞ്ഞ ദിവസം റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടയിലാണ് ഹോർമൂസിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ സംഭവിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഗാലിബാഫ് വീണ്ടും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി. യുദ്ധം തുടരുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇറാന്റെ മുന്നൊരുക്കം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില പ്രഖ്യാപനങ്ങൾ അദ്ദേഹം ലോകത്തിന്റെ മുൻപിൽ നടത്തി. അത് വളരെ ഗൗരവതരമാണ്. US അവരുടെ സകല ശേഷിയും ഉപയോഗിച്ചിട്ടും ഇറാന് പ്രതിരോധിച്ചു നിൽക്കുവാൻ കഴിഞ്ഞ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. അമേരിക്കയ്ക്ക് കൂടുതൽ പണവും അനുബന്ധ വിഭവങ്ങളും അനുഭവ സമ്പത്തുമുണ്ട്, അത് ഞങ്ങൾ സമ്മതിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഞങ്ങൾ തന്ത്രപരമായ ആസൂത്രണത്തിലൂടെ പ്രതിരോധിക്കാൻ പ്രാപ്തരാണെന്ന് ലോകത്തിന്റെ മുൻപിൽ തെളിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയുടെ 150 ഡ്രോണുകളെ പ്രതിരോധിക്കുവാൻ ഇറാന് കഴിഞ്ഞു. ഒരു F-35 വിമാനത്തെ മിസൈൽ ആക്രമണത്തിലൂടെ തകർക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇറാന്റെ സാങ്കേതിക മുന്നേറ്റം അപ്രതീക്ഷിതമായി ലോകം പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വളർന്നു എന്നുള്ളതിന്റെ തെളിവായിരുന്നു ഇതെല്ലാം. സാങ്കേതികമായും മറ്റ് സാമ്പത്തികമായും ഇറാൻ വലിയ പുരോഗതി കൈവരിച്ചതായും ഡ്രോണുകളെ പ്രതിരോധിക്കുവാനും നൂതന യുദ്ധവിമാനങ്ങളെ നേരിടുവാനുമുള്ള കഴിവിൽ രാജ്യം വളരെയധികം മുന്നേറി എന്നും ഗാലിബാഫ് വ്യക്തമാക്കി. മാത്രവുമല്ല, ഈ ഒരു യുദ്ധത്തിൽ അമേരിക്ക മുൻപോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ അതൊന്നും നേടിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു. തന്ത്രപരമായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും ഇറാന്റെ കൈകളിൽ തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനാലാണ് വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറായത്. എന്നാൽ പിന്നീട് ഹോർമൂസിൽ US തന്നെ അത് ലംഘിച്ചു എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഹോർമൂസിൽ വ്യോമ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ നീക്കം തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാൻ ഹോർമൂസ് അടച്ചതായി പ്രഖ്യാപിച്ചത്. ഇതോടുകൂടി ചർച്ചയുടെ രണ്ടാം ഘട്ടം സംബന്ധിച്ച തീരുമാനം അനിശ്ചിതത്വത്തിലുമായി. എന്നാൽ ഈ നെറികേടുകളെല്ലാം കാണിച്ച് ഹോർമൂസ് അടച്ചതിന് ശേഷവും ഇറാനുമായി മികച്ച രീതിയിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നാണ് ട്രംപ് ലോകത്തോട് പറയുന്നത്. US ഭീഷണിപ്പെടുത്തുവാൻ ഇറാൻ ശ്രമിക്കരുത്, അത് അപകടമാണ്. ലോകത്തെ എണ്ണക്കടത്തിന്റെ 1/5 നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയത് അംഗീകരിക്കുവാനാകില്ല. എന്നാൽ ഇറാന്റെ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയ ഉപരോധം അത് യുദ്ധം വരെ തുടരും എന്ന നിലപാടുമാണ് ട്രംപ് ആവർത്തിച്ചുറപ്പിക്കുന്നത്. പക്ഷേ അടുത്ത ഘട്ട ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്തു തന്നെയായാലും ഇറാന്റെ ആധിപത്യമുള്ള ഹോർമൂസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നിലപാടിൽ നിന്നും അവർക്ക് പിന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ.